എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് ശേഷം പ്രതികരിക്കുകയാണ് കോഴിക്കോട് CPM ജില്ലാ സെക്രട്ടറി M. മെഹബൂബ്. എങ്ങനെയാണ് ഇതിപ്പോൾ ഈ ഒരു എക്സിറ്റ് പോൾ ഫലം വന്നതിൽ കോഴിക്കോട് സാധാരണഗതിയിൽ LDFന് വലിയ മുൻതൂക്കമുള്ള ഒരു സ്ഥലമാണ്, പക്ഷേ ഇത്തവണ ഇവിടെ തിരിച്ചടിയാൻ ഉണ്ടാകും എന്നുള്ളതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. അതിനോടുള്ള ഒരു പ്രതികരണം എങ്ങനെയാണ്? എക്സിറ്റ് പോളിൻ്റെ ഫലപ്രഖ്യാപനത്തെ തള്ളിക്കളയാനാണ് ഞാൻ തയ്യാറാകുന്നത്. കാരണം എക്സിറ്റ് പോളിൻ്റെ പ്രവചനങ്ങൾ കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളിൽ ശരിയായിരുന്നില്ല. ഏറ്റവും ഉദാഹരണമായി പറയാനുള്ളത്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിൽ ബേപ്പൂർ, ബാലുശ്ശേരി എല്ലാം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ MM മണി തോൽക്കുമെന്ന് പറഞ്ഞ. എന്നാൽ ഫലപ്രഖ്യാപനം വന്നപ്പോൾ നമ്മൾ തിരിച്ചാകേണ്ടത്. പിന്നെ എക്സിറ്റ് പോൾ ഉപയോഗിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങളെല്ലാം നമ്മൾ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് അതൊന്നും ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തെ സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ട് പറയാൻ കഴിയുന്ന രീതിയിലല്ല അതിൻ്റെ സർവേ തന്നെ നടന്നിട്ടുള്ളത് എന്നതാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിനകത്ത് കോഴിക്കോട് ജില്ലക്കകത്ത് ഇപ്പോൾ അവിടെ എക്സിറ്റ് പോൾ പറയുന്ന ഒരു കാര്യം, കൂടുതൽ ന്യൂനപക്ഷ വോട്ടർമാർ മലപ്പുറം കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലാണ്. ആ ന്യൂനപക്ഷ വോട്ടർമാരുടെ ഏകീകരണം നടന്നു എന്നാണ്. ഞാൻ തറപ്പിച്ചും ഉറപ്പിച്ചും പറയുന്നു, കോഴിക്കോട് ജില്ലയിലെ ന്യൂനപക്ഷ വോട്ടർമാരുടെ ഏകീകരണം UDFന് അനുകൂലമായി വന്നിട്ടില്ല, യാതൊരു സംശയമില്ല. ന്യൂനപക്ഷങ്ങളെങ്ങനെ ആ രീതിയിൽ ചിന്തിക്കുന്നവരൊന്നുമല്ല. ന്യൂനപക്ഷങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്. ന്യൂനപക്ഷങ്ങളിൽ നല്ലൊരു ശതമാനം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേഡർമാരുള്ള, ന്യൂനപക്ഷ കേഡർമാരുള്ള പ്രസ്ഥാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ലീഡർഷിപ്പിലുള്ളവർ പ്രവർത്തിക്കുന്ന ജില്ലയാണ് കോഴിക്കോട് ജില്ല. അപ്പോൾ ആ നിലയിൽ അതേപോലെ ന്യൂനപക്ഷങ്ങളുടെ രാഷ്ട്രീയ സ്വഭാവം അനുസരിച്ച് ഒരു രാഷ്ട്രീയത്തിന് അതീതമായി ഇത്തരത്തിലുള്ളൊരു ചിന്ത വരേണ്ട ഒരു അന്തരീക്ഷമല്ല ഇവിടെ ഉള്ളത്. കാരണം മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ആക്രമണോത്സുകമായ വർഗീയത ഇളക്കി വിട്ട് കേന്ദ്ര ഭരണകൂടം ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നടപടികൾക്കെതിരായി അതിശക്തമായി നിൽക്കുന്ന മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അത് അവർക്കെല്ലാം നന്നായിട്ടറിയാം. ഹൃദയം തൊട്ട് അവർ മനസ്സിലാക്കുന്നുണ്ടത്. അതിൻ്റെ പ്രതികരണം അവർ തെരഞ്ഞെടുപ്പിൽ കാണിക്കുന്ന ഉറപ്പാണ്. അവരെ കൂടെയുള്ള ന്യൂനപക്ഷ UDF വോട്ടർമാർ അവർക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാകും. അതിനപ്പുറത്തൊരു ഏകീകരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വോട്ട് UDFന് കോഴിക്കോട് ജില്ലയിൽ വീണു എന്ന് പറയുന്നത് ശരിയല്ല. അത് 4-ാം തീയതി നമുക്ക് വോട്ടെണ്ണുമ്പം തിരിച്ചറിയുകയും ചെയ്യും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം വെച്ചാണ് UDF ആത്മവിശ്വാസം പങ്കുവയ്ക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും ഇതുമായിട്ട് ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്തുവിടാം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനകത്ത് പ്രാദേശികമായിട്ടാണ് അതിനെല്ലാം കണ്ടത്. ആ പ്രാദേശിക തലത്തിലുള്ള വിഷയങ്ങളും പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനമാണ് വന്നത്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ജില്ലാ പഞ്ചായത്ത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ വാർഡ് വിഭജനത്തിലെ അശാസ്ത്രീയതയാണ്. ഇതെല്ലാം ഞങ്ങൾ നേരത്തെ പറഞ്ഞാണ്. ഇത് കോഴിക്കോട് ജില്ലയിലെ ന്യൂനപക്ഷ ഏകീകരണത്തിൻ്റെ ഭാഗമായിട്ട് ആണെങ്കിൽ എൻ്റെ പഞ്ചായത്ത്, അത്തോളി പഞ്ചായത്ത് LDFന് കിട്ടുമോ? കുറ്റിയാടി പഞ്ചായത്ത് LDFന് കിട്ടുമോ? കാരശ്ശേരി പഞ്ചായത്ത് LDFന് കിട്ടുമോ? 3 മുനിസിപ്പാലിറ്റി ഞങ്ങളുടെ കയ്യിലുള്ള കൊയിലാണ്ടിയും വടകരയും മുക്കവും, ഈ 3 മുനിസിപ്പാലിറ്റിയിലും ന്യൂനപക്ഷ വോട്ടർമാർ നിർണായകമല്ലേ. അപ്പം അത് അങ്ങനെയല്ല. അതിൻ്റെ ഒരു സാഹചര്യവും അത്തരത്തിലുള്ള കാര്യങ്ങളെ നമ്മൾ വിലയിരുത്തിയിട്ടുണ്ട്. അതിനകത്ത് അന്നും നിങ്ങളെ പത്രങ്ങളും മീഡിയകളും എല്ലാം പറഞ്ഞത് ഭരണവിരുദ്ധ തരംഗമില്ല, ഭരണവിരുദ്ധ വികാരമില്ല. അത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് അന്ന് ആ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തിയത്. എന്നാൽ വലിയ രീതിയിലുള്ള കമ്മ്യൂണൽ ഫീലിംഗ് ഉണ്ടാക്കുന്ന വർഗീയ വിഷം വളരെ കൃത്യമായിട്ട് വിളിച്ചു കൂവുന്ന പ്രചരണങ്ങളാണ് UDF നടത്തിയത്. അവരതിന് ഉപയോഗിച്ചിരിക്കുന്ന മുദ്രാവാക്യങ്ങളൊന്നും ഞാൻ ഈ ഒരു വേദി പറയുന്നില്ല. അപ്പോൾ അതെല്ലാം കുറേ ഏശിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഭാഗമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ത്രിതല പഞ്ചായത്തിന് വന്നത്. അത് ഇതുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. കേരളം ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കുന്നതാണ്. കേരളം ഇന്നേ വരെ ഭരിച്ചപ്പം ഒരിക്കലും ഇതെല്ലാം ചെയ്യാൻ കഴിയുമോ എന്ന അത്ഭുതത്തോടെയാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനതയും കേരള ഭരണത്തെ കാണുന്നത്. അപ്പോൾ ആ ഭരണം നിലനിർത്തണം എന്ന നിർബന്ധം അവർക്കുണ്ട്. ആ നിലയിലുള്ളൊരു പ്രതികരണം വരും എന്ന് തന്നെയാണ് പ്രതീക്ഷ. കോഴിക്കോട് ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു തിരിച്ചടിയും ഉണ്ടാകില്ല എന്ന തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത്. ബേപ്പൂരിലൊക്കെ എക്സിറ്റ് പോൾ ഫലങ്ങൾ തുടർച്ച പ്രഖ്യാപിക്കുന്നുണ്ട്. അത് മനസ്സിലായി.
അതിനെപ്പറ്റി വേറെ ഒന്നും പറയണ്ടല്ലോ. ബേപ്പൂർ പറയുന്നുണ്ട്. ബേപ്പൂർ ഏതായാലും ഇത്തവണ എക്സിറ്റ് പോൾ ബേപ്പൂർ ഒന്നാം സ്ഥാനത്ത് തന്നെ പറയുന്നുണ്ട്. അത് ബേപ്പൂർ മാത്രമല്ല, പേരാമ്പ്രമുണ്ട്, എലത്തൂരുണ്ട്, കോഴിക്കോട് നോർത്തുണ്ട്, അങ്ങനെ എല്ലാ മണ്ഡലങ്ങളും ഉണ്ട്. അത്രേ എനിക്ക് പറയാനുള്ളൂ. തീർച്ചയായും എക്സിറ്റ് പോൾ ഫലങ്ങളുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തുകയായിരുന്നു എം മെഹബൂബ്. ഈ ഫലങ്ങളെല്ലാം തള്ളിക്കളയുകയാണ്. കോഴിക്കോട് LDFന് വലിയ മുന്നേറ്റം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ക്യാമറ പേഴ്സൺ ജിജീഷ് KC-ക്കൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, കോഴിക്കോട്.